ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നും കൈവരിക്കുന്ന അറ്റാദായത്തിൽ നിന്നും കമ്പനിയുടെ ഓഹരിയുടമകൾക്ക് കൈമാറുന്ന പ്രതിയോഹരി ലാഭവിഹിതമാണ് ഡിവിഡൻഡ്. ഇത് നിശ്ചിത തോതിലുള്ള പണമായോ നിശ്ചിത അനുപാതത്തിൽ സൗജന്യ ഓഹരികളുടെ രൂപത്തിലൊക്കെയാകും കമ്പനികൾ വിതരണം ചെയ്യുക. ബഹുഭൂരിപക്ഷ അവസരങ്ങളിലും പണമായി കൈമാറുന്ന ക്യാഷ് ഡിവിഡൻഡായാകും നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകാറുള്ളത്. അതേസമയം മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരികളിൽ നിന്നും അടിസ്ഥാനപരമായി ശക്തമായവയെ കണ്ടെത്തി നിക്ഷേപിക്കുന്നതിലൂടെ രണ്ട് രീതിയിലുള്ള നേട്ടവും സ്വന്തമാക്കാനുള്ള അവസരമാണ് മറഞ്ഞിരിക്കുന്നത്. മുടക്കമില്ലാതെ ഇടവേളകളിൽ ഡിവിഡൻഡ് ഇനത്തിലൂടെ ഒരു തുക തേടിയെത്തുന്നതിനാൽ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നുള്ള പലിശയ്ക്ക് സമാനമായ രീതിയിൽ ഒരു അധിക വരുമാനം നിക്ഷേപകർക്ക് കരഗതമാകും എന്നതാണ് ആദ്യ നേട്ടം. കൂടാതെ കാലക്രമേണ ഓഹരിയുടെ വിപണി വിലയിൽ വർധന ഉണ്ടാകുന്നുണ്ടെങ്കിൽ കരഗതമാകാവുന്ന മൂലധന നേട്ടമാണ് രണ്ടാമത്തെ ഗുണഫലം. ഇത്തരത്തിൽ മികച്ച ഡിവിഡൻഡ് ഓഹരികളിൽ നിക്ഷേപിച്ചാൽ ഇരട്ട നേട്ടത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ചുരുക്കം. ഈ ഒരു പശ്ചാത്തലത്തിൽ ജൂലൈ മാസത്തിനിടെ 150 രൂപയിലേറെ പ്രതിയോഹരി ഡിവിഡൻഡ് ഇനത്തിൽ കൈമാറുന്നു പ്രഖ്യാപിച്ചിട്ടുള്ള 4 ലിസ്റ്റഡ് കമ്പനികളുടെ വിശദാംശങ്ങൾ നോക്കാം. ടെക്നോളജി മേഖലയിൽ ആഗോളതലത്തിൽ തന്നെ മുൻനിരയിലുള്ള ജർമ്മൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് ബോഷ് ലിമിറ്റഡ്. ഇൻഡസ്ട്രിയൽ ടെക്നോളജി, എനർജി, മൊബിലിറ്റി സൊല്യൂഷൻസ്, കൺസ്യൂമർ ഗുഡ്സ്, ബിൽഡിംഗ് ടെക്നോളജി തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഈ ലാർജ് ക്യാപ് കമ്പനിക്ക് ശ്രദ്ധേയമായ സംരംഭങ്ങളുണ്ട്. അതേസമയം നിക്ഷേപകർക്ക് മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരിയുമാണിത്. ഇത്തവണ ഓഹരി ഒന്നിന് 512 രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ ബോഷ് ലിമിറ്റഡിന്റെ നിക്ഷേപകർക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയും റെക്കോർഡ് തീയതിയും 2025 ജൂലൈ 29 ആകുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലും ഫെബ്രുവരിയിലുമായി മൊത്തം 370 രൂപ വീതമായിരുന്നു നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ നൽകിയിരുന്നത്. 2002 മെയ് മാസത്തിന് ശേഷം ബോഷ് ലിമിറ്റഡിന്റെ ഭാഗത്ത് നിന്ന് 31 തവണയാണ് നിക്ഷേപകരെ തേടി ഡിവിഡൻഡ് എത്തിയിട്ടുള്ളത്. പ്രതിയോഹരി ഡിവിഡൻഡിൽ വാർഷികമായ വർധനയും പ്രകടമാണ്. നിലവിൽ ബോഷ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 1.44% വെള്ളിയാഴ്ച 35,900 രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള US ബഹുരാഷ്ട്ര കമ്പനിയുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഉപവിഭാഗമാണ് അബോട്ട് ഇന്ത്യ ലിമിറ്റഡ്. മുടങ്ങാതെ എല്ലാ വർഷവും ഓഹരിയുടമകൾക്ക് ഡിവിഡൻഡ് കൈമാറുന്ന മിഡ് ക്യാപ് കമ്പനിയുമാണിത്. ഇത്തവണ ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ പ്രതിയോഹരി 475 രൂപ വീതം നൽകുമെന്നാണ് അബോട്ട് ഇന്ത്യയുടെ പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയും റെക്കോർഡ് തീയതിയുമായി 2025 ജൂലൈ 25 നിശ്ചയിച്ചു. കഴിഞ്ഞ വർഷം ഓഹരി ഒന്നിന് 410 രൂപ വീതമായിരുന്നു നിക്ഷേപകർക്ക് ഡിവിഡൻഡായി നൽകിയത്. അതേസമയം അബോട്ട് ഇന്ത്യ നൽകുന്ന പ്രതിയോഹരി ഡിവിഡൻഡ് തുകയിൽ വാർഷിക വളർച്ചയും രേഖപ്പെടുത്തുന്നുണ്ട്. 2002 മെയ് മാസത്തിന് ശേഷം ഇതുവരെ 29 തവണയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 1.32%. വെള്ളിയാഴ്ച 34,800 രൂപ നിലവാരത്തിലായിരുന്നു അബോട്ട് ഇന്ത്യ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. US കേന്ദ്രമാക്കിയുള്ള ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് സ്ഥാപനമായ 3Mന്റെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഉപകമ്പനിയാണ് 3M ഇന്ത്യ ലിമിറ്റഡ്. സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, ഹെൽത്ത് കെയർ, കൺസ്യൂമർ തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് ഈ മിഡ് ക്യാപ് കമ്പനി ശ്രദ്ധയൂന്നിരിക്കുന്നത്. അതേസമയം നിക്ഷേപകർക്ക് മുടങ്ങാതെ എല്ലാ വർഷവും ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരിയുമാണിത്. ഇപ്രാവശ്യം നിക്ഷേപകർക്കായി ഫൈനൽ ഡിവിഡൻഡിനും സ്പെഷ്യൽ ഡിവിഡൻഡും ഇനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ അറിയിപ്പ് പ്രകാരം ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 160 രൂപയും സ്പെഷ്യൽ ഡിവിഡൻഡ് ഇനത്തിൽ 375 രൂപയും വീതമാണ് നൽകുന്നത്. അതായത് ഡിവിഡൻഡ് ഇനത്തിൽ മൊത്തം 535 രൂപ വീതം 3M ഇന്ത്യയുടെ നിക്ഷേപകർക്ക് കിട്ടുമെന്ന് സാരം. ഡിവിഡൻഡ് കൈമാറുന്നതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻഡ് തീയതിയുമായി 2025 ജൂലൈ 25 നിശ്ചയിച്ചു. കഴിഞ്ഞ വർഷം നിക്ഷേപകർക്ക് നൽകിയ മൊത്തം ഡിവിഡൻഡ് പ്രതി ഓഹരി 685 രൂപ വീതമായിരുന്നു. നിലവിൽ 3M ഇന്ത്യ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 1.84% കുറിക്കുന്നത്. വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ 28,900 രൂപ നിലവാരത്തിലായിരുന്നു ഈ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ബയോഫാർമ രംഗത്ത് ആഗോളതലത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ US ബഹുരാഷ്ട്ര സ്ഥാപനമായ ഫൈസറിന്റെ ഇന്ത്യയിലെ ഉപകമ്പനിയാണ് ഫൈസർ ലിമിറ്റഡ്. നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടക്കമില്ലാതെ ഡിവിഡൻഡ് നൽകുന്ന മിഡ് ക്യാപ് ഓഹരിയുമാകുന്നു. 2003 ഒക്ടോബറിന് ശേഷം ഇതുവരെ 30 തവണയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൈമാറിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഫൈനൽ ഡിവിഡൻഡ് സ്പെഷ്യൽ ഡിവിഡൻഡും ഒത്തുചേർന്നാണ് ഫൈസർ ഓഹരിയുടമകൾക്കായി ക്യാഷ് ഡിവിഡൻഡ് ഇനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം ഫൈനൽ ഡിവിഡൻഡായി പ്രതി ഓഹരി 35 രൂപയും സ്പെഷ്യൽ ഡിവിഡൻഡായി പ്രതി ഓഹരി 130 രൂപയും വീതം നിക്ഷേപകർക്ക് ലഭിക്കും. അതായത് ഓഹരി ഒന്നിന് മൊത്തം 165 രൂപ വീതം ഫൈസർ ലിമിറ്റഡിന്റെ നിക്ഷേപകർക്ക് നേടാമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ഡിവിഡൻഡ് തീയതിയും 2025 ജൂലൈ 9 ആകുന്നു. കഴിഞ്ഞ വർഷം നിക്ഷേപകർക്ക് 35 രൂപ വീതമായിരുന്നു പ്രതി ഓഹരി ഡിവിഡൻഡായി നൽകിയിരുന്നത്. നിലവിൽ ഫൈസർ ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 2.85% രേഖപ്പെടുത്തുന്നത്. താരതമ്യേന മികച്ച ഡിവിഡൻഡ് ഈൽഡ് നിലവാരവുമാണിത്. വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ 5,800 രൂപ നിലവാരത്തിലായിരുന്നു ഫൈസർ ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. ഡിവിഡൻഡ് പേ ഔട്ട്, ഡിവിഡൻഡ് ഈൽഡ്, കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് ഹിസ്റ്ററി എന്നിങ്ങനെ 4 ഘടകങ്ങൾ നിർബന്ധമായി പരിശോധിച്ചിട്ട് വേണം ഒരു ഓഹരിയുടെ ഡിവിഡൻഡ് കൂടി കണക്കിലെടുത്ത് നിക്ഷേപത്തിനെ പരിഗണിക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. ഇതിലൂടെ കൃത്യമായി ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയാണോ എന്നും എത്രത്തോളം അധിക വരുമാനം ഡിവിഡൻഡ് എടുത്ത് പ്രതീക്ഷിക്കാമെന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥിതിയാർന്ന തോതിൽ ലാഭവിഹിതം നിക്ഷേപകർക്ക് കൈമാറുന്നതുമായ ഓഹരികളാവണം ഡിവിഡൻഡ് ഓഹരികൾ എന്ന പരിഗണനയിൽ നിക്ഷേപത്തിനായി പരിഗണിക്കേണ്ടതെന്ന് സാരം. മേൽ സൂചിപ്പിച്ച ഡിവിഡൻഡ് ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യത്വം നൽകുന്നതാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.